രാവിലെ തന്നെ നേരം വെളുക്കുകയാണല്ലോ എന്ന് മനസ്സ് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഈ അലാറം കേൾക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഉറങ്ങി വന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ദാ അലാറം കേട്ടിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അച്ചസ് നാന വേൾഡ്. അപ്പോൾ ഇന്ന് ശ്രീതേട്ടനും ജോലിക്കണം, അതുപോലെ തന്നെ എനിക്ക് മെഹന്തിയുടെ വർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളിൽ എനിക്ക് രാവിലെ ജോലിയെല്ലാം ചെയ്തിട്ട് പോകാനേ പറ്റുള്ളൂ. അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റത്. ഈ രാവിലെ എഴുന്നേക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവമേ അത് രാവിലെ ആണോ? അങ്ങനെ 3 മണിക്കൊന്നും അല്ല, ഞാൻ ഒരു 5 മണിയായപ്പോൾ എഴുന്നേറ്റത്. ഈ 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കണമെങ്കിൽ അലാറം ഒരു 4 മണിക്ക് ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കും കേട്ടോ. ഞാൻ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ 4 മണിക്ക് ഒരു അലാറം, പിന്നെ 4:15, 4:30, 4:45 ഇങ്ങനെയാണ് ഞാൻ അലാറം സെറ്റ് ചെയ്യുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ അഥവാ 4 മണിക്ക് അലാറം കേട്ട് എഴുന്നേറ്റില്ലെങ്കിൽ 4:15 അലാറം കേൾക്കുമല്ലോ, ആ സമയത്ത് എഴുന്നേൽക്കും. 4:15 എഴുന്നേറ്റില്ലെങ്കിൽ 4:30, അല്ലെങ്കിൽ 5 മണി. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ചില ദിവസങ്ങളിൽ ഈ അലാറം കേൾക്കുകയും പോലും ഇല്ല. ഇങ്ങനെ കിടന്ന് അലാറം അടിക്കുമ്പോൾ ശ്രീതട്ടൻ ചോദിക്കും കേട്ടോ, നിനക്ക് പ്രാന്താണ്ട് ഈ 3:30ക്കും 4 മണിക്കൊക്കെ അലാറം വയ്ക്കുന്നത് എന്തിനെന്ന്. കാരണം ഈ ഒരു തിയറി ശ്രീതട്ടൻ അറിഞ്ഞുണ്ടല്ലോ, എന്നെ പോലത്തെ ബുദ്ധി വേറെ ആർക്കും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയും കടലക്കറിയാണ് വയ്ക്കുന്നത്. പിന്നെ ചോറിനാണെങ്കിൽ തലേ ദിവസമേ ഇങ്ങനെ തിളപ്പിച്ച് വയ്ക്കും, അരി തിളപ്പിച്ച് വയ്ക്കും. അത് ജോലിക്ക് പോണ ദിവസമാണെങ്കിൽ അല്ലാത്ത ദിവസം എല്ലാ ദിവസവും ഞാൻ തലേ ദിവസമേ അരി തിളപ്പിച്ച് വയ്ക്കും. അതാകുമ്പോൾ പെട്ടെന്ന് ജോലി തീരുമല്ലോ. പിന്നെ ഞാനാണെങ്കിൽ രാവിലെ ചായ കുടിക്കില്ല കേട്ടോ, അങ്ങനത്തെ ആ ഒരു ശീലമില്ല. പിന്നെ വൈകിട്ട് ചായ കുടിക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സിനിമ ഉണ്ട് അങ്ങനെ ചായ കുടിക്കണത് ഇഷ്ടമാണ്, അല്ലാണ്ട് നിർബന്ധമില്ല. പക്ഷേ ശ്രീതട്ടന് രാവിലെ ചായ മസ്റ്റാണ് കേട്ടോ. ചേട്ടൻ മാത്രമേ ചായ കുടിക്കുള്ളൂ, കിത്തു പിന്നെ ചായയെ കുടിക്കില്ല. ഞാൻ അങ്ങനെ ചായ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല. അങ്ങനെ ചായ ഇട്ടതിന് ശേഷം പിന്നെ ഉച്ചത്തേക്ക് നമ്മൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ. അപ്പം കറിക്ക് വേണ്ടി ഞാൻ ക്യാരറ്റ് തോരനാണ് കേട്ടോ വയ്ക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഞാൻ ചിലപ്പം കൊണ്ടുപോകും ചോറ്. ശ്രീതട്ടൻ ഉച്ചയ്ക്ക് എന്തായാലും ചോറ് കൊണ്ടുപോകും. ഞാൻ മെഹന്തി വർക്കിനൊക്കെ പോകുമ്പോൾ ചില ദിവസങ്ങളിൽ ചോറ് കൊണ്ടുപോകും, അല്ലെങ്കിൽ കാപ്പിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കണം അങ്ങനത്തെ ആ ഒരു നിർബന്ധമില്ല കേട്ടോ. ഒന്നെങ്കിൽ ചോറ് അല്ലെങ്കിൽ കാപ്പി, അതിലെന്തെങ്കിലും നമ്മുടെ വയറ് വീർക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കണം, അങ്ങനെ മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ. അങ്ങനെ ക്യാരറ്റ് തോരന് വേണ്ടിയുള്ള തേങ്ങയൊക്കെ തിരുവി എടുത്തായിരുന്നു. ഈ ഒരു സമയത്ത് ഞാൻ കടലക്കറിക്ക് വേണ്ടി കടല വേവിക്കാനും വച്ചായിരുന്നു, അതുപോലെ തന്നെ ഇഡ്ഡലി വേവിക്കാനും കൂടെ വച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ഇത് രണ്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ശ്രീതേട്ടനും എഴുന്നേറ്റിട്ടുണ്ട്. ഏകദേശം മണി 6 മണിയൊക്കെ ആയിട്ടുള്ളൂ. അങ്ങനെ കടല വെന്തതിന് ശേഷം ആ കുക്കറിനെടുത്ത് ഞാൻ ആ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഫാൻ ഇട്ടെടുത്തു. കാരണം എന്ന് പറഞ്ഞാൽ വേഗം ഈ കുക്കറിലെ ചൂട് പോകാൻ വേണ്ടിയാണ്. മറ്റേ കാറ്റടിക്കുമ്പോഴത്തേക്കും ചൂട് വേഗം പോയി കിട്ടുമല്ലോ. ആ സമയത്തേക്ക് നമുക്കിനി വേഗം കടലക്കറി വെക്കണം. ചേട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ സമയമില്ല കേട്ടോ, പിന്നെ എല്ലാം ശടപടേന്നാണ്. 7 മണിക്ക് ശ്രീതട്ടൻ പോവും. അതിനുള്ളിൽ ചോറും കാപ്പിയും എല്ലാം അവയും വേണം. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഫുള്ളും കുഞ്ഞു കുഞ്ഞു കറികളാണ് കേട്ടോ. അങ്ങനെ കടലക്കറി എല്ലാം സെറ്റായി. പിന്നെ ആ സമയത്താണ് കേട്ടോ ഞാൻ ചോറ് വടിച്ചില്ല എന്ന് വേഗം ഓർമ്മിച്ചത്. പിന്നെ വേഗം എടുത്ത് ചോറും അങ്ങ് വടിച്ചായിരുന്നു. പിന്നെ ഒരു മുട്ടയും കൂടെ പിടിച്ച ശ്രീതട്ടന് ഉച്ചത്തേക്കുള്ള ചോറായിട്ടുണ്ട്. അങ്ങനെ ക്യാരറ്റ് തോരനും വെച്ച് പിന്നെ ഇതിനിടയിൽ ഞാൻ ഉരുളക്കിഴങ്ങും മെഴുക്കും വരട്ടി, പിന്നെ മുട്ടയും പിന്നെ തീയലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പോരെ നമുക്ക് ചോറ് കിട്ടാൻ രാവിലെ. അങ്ങനെ 7 മണിക്കുള്ളിൽ തന്നെ ചോറും ആയിട്ടുണ്ട്, കാപ്പി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ബാഗിനും കൂടെ വെച്ചെടുത്താൽ ശ്രീതട്ടൻ പോകും കേട്ടോ. അപ്പോഴേക്കും കിത്തു എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ പിന്നെ ശ്രീതട്ടനും പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരൊരുമിച്ചാണ് കേട്ടോ ജോലിക്ക് വന്ന്. ശ്രീതട്ടൻ്റെ ജോലി പെയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഒരു ഓട്ടോയിൽ കയറ്റി ആ പണി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോവേണം. അങ്ങനെ പണി ആയുധങ്ങളായിട്ടൊക്കെ ആശാൻ പോവേണം. ഈ ഒരു പോക്ക് കണ്ടതൊന്നും ഇവർ ജോലിക്ക് പോയിരുന്നു. പക്ഷേ ഇന്ന് അവർ പോയില്ലായിരുന്നു കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ പകുതി ആയപ്പോഴത്തേക്കും ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് 8 മണിക്ക് ആ ഒരു പണി സൈറ്റിൽ എത്തണം, അല്ലെങ്കിൽ അവരെന്ന് വഴക്കിട്ട്. കാരണം കമ്പനി വർക്കാണ്. അതുപോലെ തന്നെ ഇവർ ഈ പണിയെല്ലാം ചെയ്ത് വണ്ടിയുടെ ഓട്ടോയുടെ വർക്കെല്ലാം കഴിഞ്ഞ് അങ്ങ് പോകാൻ നേരത്ത് നോക്കിയപ്പോൾ മണി 8:30 മണിയായി. അപ്പോൾ 8:30 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരമുണ്ട് കേട്ടോ ആ ഒരു പണി സൈറ്റിൽ പോകാൻ. അപ്പോൾ ഏകദേശം 1 മണിക്കൂറെങ്കിലും ട്രാവൽ ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തായാലും 9:30ക്ക് അവിടെ എത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് പോയിട്ട് പണി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇന്നത്തെ ദിവസം പോയില്ല. അപ്പം ഞാൻ ആരായി? എന്തിനാ രാവിലെ ഞാൻ എഴുന്നേറ്റത്? ഇപ്പം ഞാൻ ശശിയായില്ലേ? ഇനിയിപ്പോൾ ശശിയായാലും രാവിലെ തന്നെ പാചകവും സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി അവിടേക്കൊന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കണം. പിന്നെ ഈ വാഷ് ബേസിൻ്റെ അവിടുത്തെ ഗ്ലാസ് ആ വാഷ് ബേസ് കഴുകലും പിന്നെ വീട് തൂക്കലും തുടക്കലും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ പുറത്തോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പം മെഹന്തി വർക്കിനാണെങ്കിൽ അങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും നല്ല ക്ഷീണിച്ചായിരിക്കുമല്ലോ പറഞ്ഞത്. ആ ക്ഷീണിച്ച്
വന്ന് പിന്നെ വീണ്ടും തൂക്കലും തുടക്കലും ഒന്നും എന്തായാലും നടക്കണ പണിയില്ല. അതിനെക്കാട്ടി നല്ലത് മറ്റേത് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നമുക്ക് പിന്നെ ഫ്രഷായി ചുമ്മാ ഇരുന്നാൽ മാത്രം മതിയല്ലോ. ഈ എല്ലാ പണിയും ചെയ്തിട്ട് പോവുകയാണെങ്കിൽ. ഇത് ഇന്നലെ രാത്രി ചെയ്തുകൊണ്ടിരുന്ന നെറ്റിപ്പട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഒതുക്കി പറക്കി വെച്ചിട്ട് ഇനി തറയൊക്കെ ഒന്ന് തൂക്കണം, അതുപോലെ തന്നെ തുടക്കുകയും കൂടെ വേണം. അതുപോലെ തന്നെ ഇന്ന് കിത്തുവിന് നഴ്സറിയിൽ പോവുകയും വേണം. ആ ഒരു സമയത്താണ് കേട്ടോ കിത്തു ആണെങ്കിൽ ഈ തോക്കൊന്ന് ബാക്കിലൊന്ന് വച്ചരുമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ആ നെറ്റിപ്പട്ടമൊക്കെ അങ്ങ് ഒതുക്കി വയ്ക്കണം. ആ സമയത്താണ് കേട്ടോ കിത്തു ആണെങ്കിൽ കട്ടിലിൽ പോയി കിടക്കുന്ന. എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവന് വയ്യാന്നാണ് പറയുന്നത്. ചുമ്മാ അവന് നഴ്സറി പോകാൻ മടിയായിട്ടാണ്. ചില ദിവസം അവന് മടി കാണില്ല, നഴ്സറി പോകാന്ന് പറയും. ചില ദിവസം അവന് ഭയങ്കര മടിയായിരിക്കും കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തൂക്കലും തുടയ്ക്കലും പിന്നെ മിറ്റം തൂക്കലുമാണ്. അപ്പോൾ ഇത്രയും കൂടെ ചെയ്താൽ ഇന്നത്തെ എൻ്റെ ജോലി ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ജോലിയിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ തറ തുടയ്ക്കൽ കേട്ടോ. അത് എന്നും ഞാൻ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ടൈൽസ് എന്ന് പറയുന്നത് വെള്ള കളറാണ്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ അഴുക്കായാൽ തന്നെ പെട്ടെന്ന് അത് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും തറ തുടച്ച് വൃത്തിയാക്കിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ തറയൊക്കെ ഒരുമാതിരി കിടക്കുമ്പോൾ ആൾക്കാർ ചെണ്ണയല്ലല്ലോ എന്നെയല്ലേ കുറ്റം പറയും, ഈ പെണ്ണിന് എന്ത് തറ തുടച്ചൊന്നും ഇട്ടൂടെ എന്ന് ചോദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്നും രാവിലെ തറ തുടച്ച് വൃത്തിയാക്കിയിടും. പിന്നെ അതുപോലെ തന്നെ രാവിലെ തന്നെ മിറ്റവും കൂടെ തൂത്തിടും. മിറ്റം തൂക്കാൻ വേറെ അങ്ങനെ ചവറൊന്നുമില്ല, എവിടെന്നെങ്കിലുമൊക്കെ പറന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞ് ഇലകൾ അങ്ങനെയൊക്കെ കാണുള്ളൂ, അല്ലാണ്ട് വേറെ ചവറൊന്നും കാണില്ല. അങ്ങനെ ആ ഒരു ജോലിയും ചെയ്തതിന് ശേഷം കിത്തുവിനെ അങ്ങ് കുളിപ്പിച്ച് ഇനി കിത്തുവിന് കാപ്പി കൊടുക്കണം, അതുപോലെ തന്നെ നഴ്സറിയിൽ കൊണ്ടുപോകണം. എന്നിട്ട് എനിക്ക് റെഡിയായി എനിക്ക് മെഹന്തി വർക്കിനും കൂടെ പോകണം. കിത്തുവിനാണെങ്കിൽ ഈ ഒരു കണ്ണാടി വാങ്ങിക്കൊടുത്തതിന് ശേഷം എവിടെ പോയാലും ഈ ഒരു കണ്ണാടിയും കൊണ്ടേ അവൻ പോവുള്ളൂ. അതിന് കല്യാണത്തിനായാലും നഴ്സറിയിലാണെങ്കിലും കോവിലിലാണെങ്കിൽ പോലും അവ ഈ കണ്ണാടിയും കൊണ്ടോ, അതുപോലെ തന്നെ വാച്ചും അതവന് മസ്റ്റാണ്. ഇത് രണ്ടും അവൻ എന്തായാലും എവിടെയെങ്കിലും പോകുമ്പോൾ ഇറങ്ങുമ്പോഴേ ചോദിക്കും, അച്ചു കണ്ണാടി എന്തേ അല്ലെങ്കിൽ വാച്ച് എന്തേന്ന് ചോദിക്കും. ഇത് വേണോ കിട്ട ചാച്ചാ? അപ്പോൾ ശ്രീതേട്ടൻ കിത്തുവിനെ നഴ്സറിയിൽ കൊണ്ടാക്കാൻ പോയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് എനിക്കും റെഡി ആവണം, കാരണം ചേട്ടൻ എന്നെ മെഹന്തി വർക്കിനെ കൊണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ ഞാൻ ഈ ഒരു നെറ്റിപ്പട്ടം ഒന്ന് പാക്ക് ചെയ്ത് വയ്ക്കണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് കൊറിയർ ചെയ്യാനുള്ളതാണ്. അത് അച്ഛൻ കൊറിയർ ചെയ്യാൻ കൊണ്ടുപോയിക്കോളും, ഞാൻ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് ശ്രീതേട്ടൻ എന്നെ മെഹന്തി വർക്കിനെ കൊണ്ടുപോവുകയാണ്. ഇത് ബ്രൈഡൽ മെഹന്തിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കുട്ടിയുടെ 2 കൈ ഫുള്ള് എന്ന് പറഞ്ഞാൽ പുറത്തും അകത്തും അതുപോലെ തന്നെ കാലിലും മെഹന്തി വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവുകയും ചെയ്യും. ഈ ഒരു ഭാഗം ആ ഒരു ബ്രൈഡിൻ്റെ വീടാണ് കേട്ടോ. കാരണം എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ആ വീട്ടിൽ നിന്ന് തന്നെ വൈകിട്ട് എനിക്ക് ഉഴുന്നുവട ഉണ്ടായിരുന്നു, പിന്നെ ചായ ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു, ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ചേട്ടൻ തന്നെയാണ് എന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. കാരണം ഇന്ന് വീട്ടിൽ ചേട്ടൻ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെയായിരിക്കും രാവിലെ പോകുന്നതും അതുപോലെ തന്നെ തിരിച്ച് വരുന്നതും, അല്ലെങ്കിൽ എന്നെ അച്ഛൻ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ മെഹന്തി വർക്കെല്ലാം കഴിഞ്ഞ് നടു ഒടിഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും നേരം കുത്തിയിരുന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ കഴുത്തും നല്ല വേദന ഉണ്ടാവും, നമ്മുടെ കുറുക്കും നല്ല വേദന ഉണ്ടാവും. അപ്പോൾ അത് ഇന്ന് മാത്രമല്ലേ, എന്ന് മെഹന്തിയുടെ വർക്ക് കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ മേലൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഈ ഒരു വർക്ക് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് വാങ്ങാൻ വേണ്ടി വരും. ഇത് നെയിം റിവീലിങ്ങിൻ്റെയാണ്. ഇത് ഞാൻ ചെയ്ത പുതിയ മോഡലാണ് കേട്ടോ. അവർക്ക് ഇതേപോലെ ബട്ടർഫ്ലൈയിൽ ചെയ്യണമെന്ന് പറഞ്ഞ്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു മോഡലിൽ ചെയ്തതായിരുന്നു. ആ ഒരു സമയത്ത് ഇനി രാത്രിയിലത്തേക്കുള്ള കാപ്പി ഉണ്ടാക്കിയത്. കാപ്പി ദോശ തന്നെയാണ്, വേറെ ഒന്നുമില്ല. കാരണം രാവിലെ കടലക്കറി വെച്ചത് കൊണ്ട് തന്നെ ആ കടലക്കറി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം ദോശയും ചുട്ട് കടലക്കറിയാണ് കഴിക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ അവിടെ ടി വിയിൽ ഐഡൻറ്റിറ്റി സിനിമ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ആ കിച്ചണിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ ടി വി കാണാൻ പറ്റും. ആ സമയത്തേക്ക് കസ്റ്റമർ വന്നായിരുന്നു, കസ്റ്റമറിന് ഇത് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനും ശ്രീതേട്ടനും കിത്തും കൂടെ ദോശ കഴിക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കും കൂടെ ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.